മറ്റു വാർത്തയിലേക്ക് പോകുമ്പോൾ ലൈംഗികാതിക്രമ കേസിൽ ജയിലിൽ കഴിയുന്ന സംവിധായകൻ രഞ്ജിത്തിന് ഇന്ന് നിർണായകം. പോലീസ് നൽകിയ കസ്റ്റഡി അപേക്ഷയും രഞ്ജിത്ത് നൽകിയ ജാമ്യാപേക്ഷയും ഇന്ന് കോടതി പരിഗണിക്കും. നാമി ദിനേശ് ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. നാമി, ഗുഡ് മോർണിംഗ്. ഇന്ന് രഞ്ജിത്തിന് അതിനിർണായകമായ ഒരു ദിവസമാണ്. ജാമ്യം ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ കൂടുതൽ നടീനടന്മാരെ ചോദ്യം ചെയ്യാൻ ഒരുങ്ങുന്നു എന്നുള്ള വിവരങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട്. അനുശ്രീ, വെരി ഗുഡ് മോർണിംഗ്. ഇന്ന് രഞ്ജിത്തിന്റെ കസ്റ്റഡി അപേക്ഷയും ജാമ്യാപേക്ഷയും പരിഗണിക്കും. ആദ്യം കസ്റ്റഡി അപേക്ഷയാണ് പരിഗണിക്കുക. 3 ദിവസത്തെ കസ്റ്റഡിയിൽ ആവശ്യപ്പെടാനാണ് പ്രധാനമായും അന്വേഷണ സംഘം ഉദ്ദേശിക്കുന്നത്. അതിൽ രഞ്ജിത്തിന്റെ വിശദമായ ചോദ്യം ചെയ്യേണ്ടതുണ്ട്. ആദ്യ അറസ്റ്റിനെ തുടർന്ന് നടത്തിയ ചോദ്യം ചെയ്യലിൽ കുറ്റം നിഷേധിക്കുന്ന സാഹചര്യമായിരുന്നു രഞ്ജിത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ള തെളിവുകൾ നിരത്തിയുള്ള ഒരു ചോദ്യം ചെയ്യലിലേക്ക് ആവശ്യമാണെന്നാണ് അന്വേഷണ സംഘം ഇന്ന് കോടതിയിൽ ആവശ്യപ്പെടുന്നത്. അതോടൊപ്പം തന്നെ ഈ ക്യാരവാനിലെത്തിച്ച് തെളിവെടുപ്പ് അടക്കം നടത്തേണ്ടതുണ്ട്. മറ്റൊന്ന് ജാമ്യാപേക്ഷയാണ്. രഞ്ജിത്തിന്റെ ആദ്യത്തെ അഭിഭാഷകൻ വക്കാലത്ത് ഒഴിഞ്ഞിരുന്നു. പുതിയ അഭിഭാഷകനാണ് ഇന്ന് കോടതിയിൽ ഹാജരാകുക. ഈ അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങളിൽ കൃത്യമായി നിയമം പാലിച്ചല്ല അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങൾ നടത്തിയതെന്നാണ് അഭിഭാഷകൻ ചൂണ്ടിക്കാട്ടുന്നത്. പക്ഷേ രഞ്ജിത്ത് ഇതിൽ നിരപരാധിയാണ്, ജാമ്യം നൽകണം, ഇതൊരു ഗൂഢാലോചനയുടെ ഭാഗമാണ്, സിനിമയിൽ ഒരുപാട് ശത്രുക്കൾ രഞ്ജിത്തിനുണ്ട് എന്നീ വാദങ്ങളാണ് പ്രധാനമായും കോടതിയിൽ അഭിഭാഷകൻ ഉന്നയിക്കാനുള്ള ഒരു സാധ്യത. ഹർജിയിലും അത്തരം കാര്യങ്ങളാണ് പറയുന്നത്. പക്ഷേ പോലീസ് കൃത്യമായി ഈ ഒരു ജാമ്യാപേക്ഷയെ എതിർക്കാനുള്ള ഒരു സാധ്യതയാണ് മുന്നിൽ കാണുന്നത്. ഇത് ആദ്യത്തെ കേസല്ല, കഴിഞ്ഞ 2 കേസും സമാനമായ രീതിയിലായിരുന്നു. ലൈംഗിക അതിക്രമ കേസായിരുന്നു. അത് രണ്ടിലും തെളിവുകളുടെ അഭാവവും ഈ പരാതി നൽകാനുള്ള ഒരു കാലതാമസവുമായിരുന്നു അന്ന് ഈ കേസിൽ നിന്നും രഞ്ജിത്തിന് രക്ഷപ്പെടാൻ സഹായിച്ചത്. പക്ഷേ ഇന്നിപ്പോൾ അങ്ങനെയല്ല. കൃത്യമായ രഹസ്യമൊഴി അടക്കം പെൺകുട്ടിയുടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. സഹപ്രവർത്തകരുടെ ഒക്കെ കിട്ടാവുന്ന മൊഴികൾ പോലീസ് ശേഖരിച്ചിട്ടുണ്ടെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. മറ്റു ചിലർ അന്ന് ക്യാരവാനിൽ നിന്ന് മോശം അനുഭവം ഉണ്ടായതിനെ തുടർന്ന് പെൺകുട്ടി സിനിമാ സെറ്റിലെത്തി സഹപ്രവർത്തകരോട് ഇക്കാര്യങ്ങൾ വെളിപ്പെടുത്തിയിരുന്നു. അതിൽ പലരും കേരളത്തിന് പുറത്താണ്. അവരെയും ഒക്കെ ഫോൺ വിളിച്ചും ഒക്കെ മൊഴികൾ രേഖപ്പെടുത്താൻ സാധിച്ചു എന്നാണ് അന്വേഷണ സംഘത്തിൽ നിന്ന് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഇതെല്ലാം തന്നെ കോടതിയെ ബോധിപ്പിക്കാൻ സാധിക്കുമെന്ന് കൂടി അന്വേഷണ സംഘം വിശ്വസിക്കുന്നുണ്ട്. എന്തായാലും 11 മണിയോടുകൂടി നമുക്ക് ഈ 2 കാര്യങ്ങളിലും ജാമ്യാപേക്ഷയിലും അതോടൊപ്പം തന്നെ കസ്റ്റഡി അപേക്ഷയിലും എന്തായിരിക്കും രഞ്ജിത്തിന്റെ വിധി എന്ന് അറിയാൻ സാധിക്കും. 11 മണിയോടുകൂടി തന്നെയാണ് ഇത് അറിയാൻ സാധിക്കുക. രഞ്ജിത്ത് ഇപ്പോൾ എറണാകുളം സബ് ജയിലിലാണ് ഉള്ളത്. ശരി, നാമി ദിനേശാണ് കൊച്ചിയിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.